വേഗം വരാം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല വന്ദനം പറഞ്ഞുകൊണ്ട് ഈ രാത്രിയിലത്തെ ഞങ്ങളുടെ ചെറിയ വിസ്മയ ലോകത്തിലേക്ക് ഈ ചർച്ചിലെ ഏവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ലോകത്തേക്ക് എല്ലാ പ്രിയപ്പെട്ട ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സാം പാസ്റ്റർ, ടാമി പ്രേയർസിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് കൊച്ചുകൂട്ടുകാർക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2018 നമ്മെ വിട്ട് കടന്നു പോകാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം അവശേഷിക്കെ ഇതുപോലെ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ കഴിയായി സന്തോഷിക്കുന്നു. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നിങ്ങളുടെ മുഖത്തെല്ലാം പുഞ്ചിരിയും എന്തൊക്കെയോ വ്യത്യസ്ത ഭാവങ്ങൾ മിന്നിമറിയണം. എന്ത് മാജിക്കോ? കാരണം നമ്മുടെ സഭയിലും മാജിക്കോ എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിൽ കുഞ്ഞുങ്ങളെ ഇതിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് എക്സൽ മിനിസ്ട്രീസ്. അതിനോട് ചേർന്ന് കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിപ്പാൻ സർവ്വകൃപാല ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി തരുന്നു. പ്രത്യേകിച്ച് സാംപാസ്റ്ററെ ഒരുമിച്ച് ഇതുപോലൊരു കൂട്ടായ്മ അനുഭവിക്കാൻ കഴിഞ്ഞ് അധികം സന്തോഷിക്കുന്നു. എന്നെ ഈ പ്രോഗ്രാം വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞാൻ ഇടയായി. കാരണം എനിക്ക് വളരെ ഇഷ്ടമാണ് കുട്ടികളുടെയും യുവജനങ്ങളുടെയുള്ള പ്രവർത്തനം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലേറെ വഴിതെറ്റാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് കുഞ്ഞുങ്ങളും യുവജനങ്ങളും. എന്നാൽ പലപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടത്ര പ്രാധാന്യങ്ങൾ കൊടുക്കാറില്ല. എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു മാധ്യമത്തിലൂടെ ഞങ്ങൾ അനേക സ്ഥലം കടന്നുപോയി പ്രോഗ്രാമുകളും ഇതെല്ലാം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, അവർ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രോഗ്രാമുകളെല്ലാം അംഗീകരിക്കുക, അതോടൊപ്പം തന്നെ പറയുന്ന സന്ദേശങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നു എന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തുടർന്നുള്ള നിമിഷങ്ങൾ ഈ ഒരു മാധ്യമത്തിലൂടെ ചില സന്ദേശങ്ങൾ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു രസകരമായ പ്രോഗ്രാമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി അതിലൂടെ ചില സന്ദേശങ്ങൾ നിങ്ങൾക്ക് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. എനിക്കറിയാം കൊച്ചു കൂട്ടുകാർക്കെല്ലാം മാജിക് ഇഷ്ടമാണ്, അല്ലേ 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 ഓക്കെ. പക്ഷേ എനിക്കറിയാം എന്നേക്കാൾ മാജിക് അറിയുന്നവരാണ് ഇരിക്കുന്നതെല്ലാം, ശരിയല്ലേ? ഒരു പ്ലേറ്റ് ബിരിയാണി കിട്ടിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാക്കാൻ കഴിയുന്ന ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്, അല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആരുമല്ല. ഓക്കെ, അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ചില മാജിക്കിന് ഞാൻ നിങ്ങളിൽ ചിലരേക്ക് വിളിക്കും. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കടന്നു വരിക. പിന്നെ എക്സൽ ടീമിൽ ഞങ്ങൾ 3-4 സഹോദരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവരെയും അതുപോലെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നിറഞ്ഞ മനസ്സോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ഒരു കാര്യം ഓർക്കുക, മാജിക്കിനേക്കാൾ ഉപരി അതിലൂടെ പറയുന്ന സന്ദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ റെഡിയാണ്? ഓക്കെ, ഞാൻ ആദ്യമേ ചോദിക്കട്ടെ, മാജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ്? കൺകെട്ട് പറയാം. പിന്നെ ജാലവിദ്യ, ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പ്രോഗ്രാം അല്ല. അതുകൊണ്ടിരിക്കുന്ന മുതിർന്നവർക്കുൾപ്പെടെ ഇതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. എന്താണ് വെച്ചാൽ മാജിക് എന്ന് പറഞ്ഞാൽ? നമ്മൾ പലപ്പോഴും ഇത് മാജിക് എന്ന് പറഞ്ഞാൽ മന്ത്രമാണോ മായാജാലം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലേ? എന്നാൽ നമ്മൾ കരുതുന്ന പോലെ മാജിക് എന്ന് പറഞ്ഞാൽ മന്ത്രമോ മായാജാലമോ കൺകെട്ടോ ജാലവിദ്യ ഇന്ദ്രജാലോ ഒന്നുമല്ല. കേവലം കുറച്ച് ട്രിക്സ് ആണ്. അതുകൊണ്ട് എല്ലാവരും ആ മുൻവിധികളൊക്കെ ഒന്ന് മാറ്റിവെക്കുക. മാജിക് എന്ന മാധ്യമത്തിലൂടെ എത്രത്തോളം സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നുവോ അത് ഉൾക്കൊള്ളാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം മാജിക്കിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ ഞാൻ തനിയല്ല ഇവിടെ മാജിക് ചെയ്തത്. മാജിക്കിന് നിങ്ങളിൽ ചിലരെയും കൂടി ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, ഞാൻ ഇനി ഒന്ന് പരിചയപ്പെടുത്തിയില്ല. നമുക്കറിയാം മാജിക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ പെട്ടെന്ന് കിടന്നൊരു പേരുണ്ട്, മജീഷ്യൻ. ആരാണ്? സാമ്രാജ്. പിന്നെ ആരാണ്? പിന്നെ മുതുകാട്, അല്ലേ? മുതുകാട് എന്ന് കേൾക്കും. നമുക്കറിയില്ല, ഫയർ എസ്കേപ്പും കയർ എസ്കേപ്പ് നടത്തുന്ന മജീഷ്യൻ മുതുകാട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വലിയ ഫയർ എസ്കേപ്പ് നടത്താൻ പോകുന്നില്ല. കൊച്ചു മാജിക് ട്രിക്കിലൂടെ ചില സന്ദേശങ്ങൾ നിങ്ങൾ കൈമാറാൻ ആഗ്രഹിക്കുന്ന പാവം മജീഷ്യൻ ചെറുകാടാണ്. ഓക്കെ, മൈ നെയിം ഈസ് ചെറുകാട്. എൻ്റെ സ്വന്തം നാട് പാലക്കാട്. പക്ഷേ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കേവലം കുറ്റിക്കാട് എന്ന പോലെ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളിൽ ഒരാളെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ആദ്യം മാജിക്കിലേക്ക് പോകുന്നു. റെഡി?
റെഡി? താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്കറിയാം വിശുദ്ധ ബൈബിൾ പറയുന്നു മനുഷ്യൻ്റെ ആയുസ് എങ്ങനെയാണ്? പുല്ലുപോലെ വളരെ ക്ഷണികമാണല്ലേ. നമ്മൾ നോക്കിയിരിക്കുന്ന നമ്മുടെ ആയുസ്സെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മെ കാണാൻ നല്ല സുന്ദരന്മാരാ അല്ലേ? സുന്ദരന്മാരല്ലേ? അല്ലേ? ഓക്കെ, അല്ലെന്ന് തോന്നുന്നവർ നന്നായിട്ട് പല്ലൊക്കെ തേച്ച് കുളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ സുന്ദരന്മാരാകും. ഓക്കെ, നമ്മളെ ആയുസ് വളരെ ക്ഷണികമാണ്. എന്നാൽ തിരുവചനം പറയുന്നു മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെ വളരെ ക്ഷണികമാണ്. ഇപ്പോൾ നമ്മെ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾ നോക്കി, എൻ്റെ കയ്യിൽ മനോഹരമായ കുറച്ച് ഗിൽറ്റ് പേപ്പർ. എന്നാൽ നോക്കുക, നമ്മുടെ ആയുസ് വളരെ പെട്ടെന്ന് കഴിഞ്ഞ് പ്രായമായ അപ്പച്ചന്മാരെ പോലെ അമ്മച്ചിമാരെ പോലെ നാം ആയിത്തീരുന്നത് എങ്ങനെയാണ്? ഈ ഒരു മാജിക്കിലൂടെ കാണാൻ പോകുന്നു. ജസ്റ്റ് യു വാച്ച് ഇറ്റ്. 1 2 3. മനസ്സിലായി? ഒടുവിൽ വടിയാവുമെന്ന് മനസ്സിലായോ? ഓക്കെ, അത് നാം എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും. പക്ഷെ ഒന്ന് ഓർക്കുക, നമ്മുടെ ആയുസ്സെല്ലാം ഇതുപോലെ തിരുവാൻ ഇപ്പോൾ നമ്മെ കണ്ടാൽ നല്ല യവന രക്തം തുടിക്കുന്നു, ഓടിച്ചാടി നടക്കും, എനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് പറയും. നമ്മൾ ഇതുപോലെ വടിയെല്ലാം കുത്തിപ്പിടിച്ച് മക്കളെ എന്നാ കൊണ്ട് സുഖമല്ലേ എന്ന് ചോദിക്കുന്ന കാലം അതിവിദൂരമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, തിരുവചനം ഇങ്ങനെ പറയുന്നു, നിൻ്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. എൻ്റെ മുൻപിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇതാണ്. നമ്മുടെ യൗവനകാലം നമ്മുടെ കർത്താവിന് വേണ്ടി ഓടുവാൻ, നമ്മുടെ യൗവന രക്തം കർത്താവിന് വേണ്ടി തുടിക്കുവാൻ ഇടയായി തീരട്ടെ. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനല്ല, ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ അതിൻ്റെ പുറകെ പോകുവാനല്ല, മറിച്ച് ആ കർത്താവിന് വേണ്ടി ഓടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ പോകുന്നു അടുത്ത മറ്റൊരു മാജിക്കിൽ. നമുക്കറിയാം, സാധാരണഗതിയിൽ വലിയ ഉദ്ഘാടനങ്ങളൊക്കെ നിർവഹിക്കുന്ന കണ്ടിട്ടുണ്ടല്ലേ? വലിയ സ്ഥാപനങ്ങളിലേക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്ന എങ്ങനെയാണ്? മനോഹരമായ ഒരു റിബൺ വലിച്ചു കെട്ടി നടുവേ മുറിച്ച്. അങ്ങനെയെങ്കിൽ നമ്മുടെ മാജിക് ഷോ ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഓക്കെ, എൻ്റെ കയ്യിൽ സിമ്പിളായി ഒരു റിബണുണ്ട്. വലിയ റിബണൊന്നും ഇല്ല, കൊച്ചു റിബണേ ഉള്ളൂ. അപ്പോൾ റിബൺ നമ്മൾ നടുവേ മുറിച്ച് നമ്മുടെ മാജിക് ഷോ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രിയ സാം പാസ്റ്റർ ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് നമ്മുടെ മാജിക് ഷോ വളരെ നിങ്ങൾ നോക്കുക. ഓക്കെ, മുൻപോട്ട് കടന്നു വരാം പാസ്റ്റർ. ഓക്കെ, കട്ട് ചെയ്യണം, നടുവേ മുറിക്കണം. നിങ്ങളൊന്ന് കൈയടിച്ച് നമ്മുടെ പാസ്റ്ററെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. നോക്കുക, നമ്മുടെ മാജിക് ഷോ വളരെ സിമ്പിളായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? എന്ത് സംഭവിച്ചു? മനോഹരമായ റിബണായിരുന്നു, അതിപ്പോൾ രണ്ടായി മാറിയിരിക്കുകയാണ് അല്ലേ? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇതുപോലെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഏദൻ പൂങ്കാവനത്തിലാക്കിയപ്പോൾ ഒരു കൂട്ടുകാരനോട്, സുഹൃത്തിനോട് എന്നതുപോലെയാണ് ദൈവം ഇടപെട്ടത്. എന്നാൽ തെറ്റ് ചെയ്തപ്പോൾ, പാപം ചെയ്തപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു മാറി. നിങ്ങൾ നോക്കുക, ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? ആദ്യം നാം കണ്ട റിബൺ മനുഷ്യനും ദൈവം തമ്മിൽ ബന്ധത്തിന് തുല്യമാണെങ്കിൽ ഇപ്പോൾ നോക്കുക, ആ ബന്ധം അറ്റുപോയിരിക്കുകയാണ്. പാപം ചെയ്തപ്പോൾ, മനുഷ്യലേക്ക് പാപം കടന്നു വന്നപ്പോൾ ആ ബന്ധം അറ്റുപോയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കുക, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? പാപിയായി മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കുക, ഞാൻ ഈ 2 റിബണൊന്ന് ചേർത്ത് കെട്ടാൻ പോവുകയാണ്. നമ്മൾ പലപ്പോഴും ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് പലയിടങ്ങളിലും. പക്ഷേ എന്താണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശമെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കുക, എന്താണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശം? നിങ്ങൾ നോക്കുക, ഞാൻ ഈ 2 റിബൺ ഇവിടെ ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആ 2 റിബണും ഒന്നായിരിക്കുകയാണ്. പക്ഷേ ആദ്യത്തെ പോലെ മനോഹരമാണോ? അല്ല. എന്ത് സംഭവിച്ചിരിക്കുകയാണ്? നടുവിൽ ഒരു കെട്ടുണ്ട്. എന്ന് വെച്ചാൽ പാപത്തിലാകപ്പെട്ട നാം പലപ്പോഴും ദൈവത്തിൽ നകലുമ്പോൾ നമ്മുടെ ജീവിതം അത്ര മനോഹരമല്ലാതായിത്തീരുന്നു. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് യഥാർത്ഥമായി നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരമായിത്തീരുന്നു? എനിക്ക് 2 കൊച്ചു കൂട്ടുകാർ ആവശ്യമാണ്. ഇവിടെ ഇരിക്കുന്ന മോൻ കടന്നു വരുന്നു. ഓക്കെ, അവിടെ നിന്ന് ആ കൊച്ചുമോൾ എഴുന്നേറ്റ് വരുന്നു. യെസ്, എഴുന്നേറ്റ് വരാം. മോൾ എഴുന്നേറ്റ് വരുന്നു. കയറി വാ, സ്റ്റേജിൽ കയറി. ബ്ലസ്സൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്. ഇത് കൈ പിടിച്ചോണം. ഓക്കെ, മോളുടെ പേര് ഇതിൽ പിടിച്ചോണം. ഓക്കെ, നോക്കുക, എൻ്റെ കയ്യിൽ ചെറിയ ഒരു മാന്ത്രികോടി ഇരിപ്പുണ്ട്. നിങ്ങൾ ചിന്തിക്കും ഇതെന്തെങ്കിലും അത്ഭുത സിദ്ധിയുള്ള മാന്ത്രികോടിയാണെന്ന്. ഒന്നുമല്ല, കേവലം ഒരു മാജിക് സ്റ്റിക്കാണ്. അപ്പോൾ മോളെ ഉയർത്തി പിടിച്ചോണം. നമുക്ക് നോക്കാം, പാപത്താൽ നിറയപ്പെട്ട ഒരുവൻ്റെ ഉള്ളിലേക്ക് യേശു കർത്താവ് യഥാർത്ഥമായി കടന്നു വരുമ്പോൾ അവനിൽ എന്ത് മാറ്റം സംഭവിക്കും നോക്കാം. റെഡി? 1 2 3.
3. യെസ്. എന്ത് സംഭവിച്ചു? ആ കെട്ടില്ലാതെ മനോഹരമായ റിബണായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കൊച്ചുകുട്ടികൾ നല്ലൊരു കൈഡി കൊടുക്കാം. നോക്കുക, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇതാണ്: പാപത്തിലകപ്പെട്ട മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുക. നോക്കുക, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് യേശു കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം ഇതുപോലെ മനോഹരമായി തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ അടുത്ത മാജിക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ദിവസത്തിലേക്ക് എടുത്തു നമ്മളെല്ലാം ചിന്തിക്കുന്നൊരു കാര്യം ഇതാണ്: ദൈവം എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും തന്നിട്ടില്ല, എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ. എനിക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന ഭൂരിഭാഗം പേര് ചിന്തിക്കുന്നൊരു കാര്യം ഇതാണ്. എന്നാൽ നാം ദൈവത്തിന് മുൻപിൽ വാസ്തവത്തിൽ എങ്ങനെയാണ്? ഒരു കൊച്ചു മാജിക് കാണാൻ പോകുന്നു. നിങ്ങൾ നോക്കുക, എൻ്റെ കയ്യിൽ ഇവിടെ 3 റോപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് വളരെ വലിയൊരു റോപ്പാണ്. ഇത് അല്പം കൂടി ചെറുതാണ്. ഇത് തീരെ ചെറുതാണ്. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇത് 3 പേര് ഈ ഭൂമിയിൽ ജീവിക്കുന്ന 3 വ്യക്തിത്വങ്ങളാണ്. ഇവർ 3 പേര് ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ദൈവം ഇവരെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു. എവിടേക്കാണ്? സ്വർഗത്തിലേക്ക്. സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമാണോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായി ജീവിക്കണം. ഉത്തരങ്ങൾ എന്ത് ചെയ്യണം? നല്ലപോലെ ദൈവവൈതലായി ജീവിക്കണം. ഓക്കെ, എല്ലാം നല്ലത് തന്നെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇതെല്ലാം ചെയ്യണം. എന്നാൽ ഞാൻ ഒരു സ്ഥലത്ത് ഇതുപോലെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൊച്ചു കൂട്ടുകാർ നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സിൽ ഞാൻ ചോദിച്ചു, മക്കളെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഒരു കൊച്ചു കൂട്ടുകാരൻ ചാടി എഴുന്നിട്ട് പറഞ്ഞു, ഇതുപോലൊരു കൊച്ചു വീർത്തി എഴുന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ചത്തു പോകണം. ഞാനാകെ ഞെട്ടിപ്പോയി. കാരണം നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരവാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ ചത്തു പോകണം. ഞാൻ ചോദിച്ചു, ചത്തുപോയാൽ നാം സ്വർഗത്തിലെത്തുമോ? ഉറപ്പുണ്ടോ? പക്ഷേ അത് ഉറപ്പില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിലേക്കുള്ള ഏക വഴി ഏതാണ്? യേശു. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നു, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ഏക വഴി ഏതാണ്? യേശു മാത്രമാണ് സ്വർഗത്തിലേക്ക് വഴി. നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. നിങ്ങൾ നോക്കുക, ഇവരെ ദൈവം സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ആദ്യമായി പോയതാരായിരിക്കും? ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് സ്വർഗത്തിലേക്ക് പോവുക. നോക്കുക, 3 വ്യക്തികൾ. രണ്ടാമത്തെ വ്യക്തി സാധാരണക്കാര വ്യക്തിയാണ്. അദ്ദേഹം സ്വർഗത്തിലേക്ക് കടന്നു ചെന്നു. പക്ഷേ നോക്കുക, ഏറ്റവും വലിപ്പമുള്ള അല്ലെങ്കിൽ ഒരുപാട് കഴിവുണ്ടെന്ന് പറയുന്ന വ്യക്തി ഒടുവിൽ അദ്ദേഹവും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചെന്നു. നമുക്ക് നോക്കാം, ഇനി ദൈവം ഇവരെ നോക്കിക്കണ്ടപ്പോൾ ഇവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണാൻ പോവുകയാണ്. നോക്കാം. റെഡി, 1 2 3. ഓക്കെ, എന്ത് സംഭവിച്ചു? എല്ലാവരും ഒരുപോലെ വലിപ്പച്ചെറുപ്പമുണ്ടോ? വലിയവും ചെറുതും വ്യത്യാസമുണ്ടോ? ഒരിക്കലും. നിങ്ങൾ നോക്കുക, ഒന്നാമത്തെ വ്യക്തിയായാലും രണ്ടാമത്തെ വ്യക്തിയായാലും മൂന്നാമനായാലും 3 പേരും ദൈവത്തിന് മുൻപിൽ തുല്യരായിത്തീർന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, എനിക്കൊരു കഴിവുമില്ലല്ലോ, ഞാൻ ചെറുതാണല്ലോ, എന്നെ ഒന്നിനും കൊള്ളത്തില്ലോ എന്നൊക്കെ നാം പലപ്പോഴും ചിന്തിക്കാമല്ലോ. പക്ഷെ ഒന്നോർക്കുക, നാം എല്ലാം ദൈവത്തിന് മുൻപിൽ തുല്യരാണ്. നമ്മെല്ലാം വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചതെങ്കിലും ദൈവത്തിന് മുൻപിൽ നാം എല്ലാം തുല്യരാണ്. എന്നാൽ നോക്കുക, ദൈവം അവർക്ക് അനുവദിച്ച സമയം കഴിഞ്ഞ് അവർ വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു നോക്കാം. റെഡി, 1 2 3. നിങ്ങൾ നോക്കുക, ഒരുപാട് കഴിവുള്ളവൻ വീണ്ടും കഴിവുള്ളവനായി മാറി. സാധാരണക്കാരൻ വീണ്ടും സാധാരണക്കാരനായി മാറി. പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനായി മാറി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, നാം എല്ലാം ദൈവത്തിന് മുൻപിൽ തുല്യരാണ്. ഈ സമൂഹത്തിൽ നാം നോക്കുമ്പോൾ, ഈ ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ തോന്നിയേക്കാം, വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങൾ തോന്നിയേക്കാം. പക്ഷേ ഒന്നോർക്കുക, ദൈവത്തിന് മുന്നിൽ നാം എല്ലാം വ്യത്യസ്തങ്ങളായ സൃഷ്ടികളാണ്. പക്ഷേ പലപ്പോഴും നാം പറയുന്നത് എന്താണ്? ദൈവം എനിക്ക് ഒരു കഴിവും തന്നിട്ടില്ല, എന്തിനാണ് ദൈവം എനിക്ക് സൃഷ്ടിച്ചത്? ആ കൂടെ ഒറ്റ കഴിവേ തന്നിട്ടില്ല. ഏത് കഴിവാണ്? 3 നേരവും നല്ലതുപോലെ ഉരുട്ടി വിഴുങ്ങാനുള്ള ഒറ്റ കഴിവ്, അതും നല്ലപോലെ ഞാൻ വിനിയോഗിക്കുന്നുണ്ടല്ലേ. പക്ഷെ ഒന്നോർക്കുക, അതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം നമുക്ക് വ്യത്യസ്തങ്ങളായ കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതെന്തെന്ന് കണ്ടെത്തുക, ദൈവനാമത്തിൽ വിനിയോഗിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ അടുത്ത മാജിക്കിലേക്ക് പോകുന്നു. മാജിക്കിന് ആ മോനെ ഞാൻ ക്ഷണിക്കുകയാണ്, മുൻപോട്ട് കടന്നു വരാം. നിങ്ങൾ നോക്കുക, എൻ്റെ കയ്യിലിവിടെ ഇതെന്താണ്? ഒരു കറുത്ത കർച്ചീഫാണ്. പാപത്തിൻ്റെ പ്രതീകമായി ഞാൻ ചിത്രീകരിക്കുകയാണ്. നമുക്കറിയാം, ദിനം പ്രതി വരുന്ന പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളൊന്ന് പരിശോധിച്ചാൽ അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും അക്രമവാസങ്ങളെല്ലാം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുക, പാപത്താൽ നിറയപ്പെട്ട ഒരു മനുഷ്യൻ്റെ പ്രതീകമാണ് കാണുന്ന ചിത്രം. മോൻ്റെ പേരെന്താ? അഖിൽ. എത്രല്ല പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ. ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ പറഞ്ഞോ? ഓക്കെ. ചിരിക്കുന്ന സാധനം കൊണ്ടുവന്നില്ലേ?
ഉണ്ട്. ഓക്കെ, അപ്പോൾ നീങ്ങി നിന്നോ. അഖിലെ ഇത് കൈ പിടിച്ചോണം. നമുക്ക് നോക്കുക. പാപത്താൽ നിറയപ്പെട്ട ഒരു മനുഷ്യൻ്റെ പ്രതീകമാണ് ഈ കാണുന്നത്. അത് അഖില കയ്യിൽ പിടിക്കുകയാണ്. നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും, മജീഷ്യൻ ചെറുകാട് സ്തോത്രകാഴ്ച എടുക്കാൻ പോകണം ചിന്തിച്ച് ചിലരെങ്കിലും ഉണ്ട്. ആരും എഴുന്നേറ്റ് പോകണ്ട, സ്തോത്രകാഴ്ചയൊന്നുമല്ല. നോക്കുക, ശൂന്യമായൊരു ബാഗ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അഖിൽ ഇതിലേക്ക് ആ കറുത്ത കർച്ചീഫ് ഇടാൻ പോവുകയാണ്. ഓക്കെ, ഇട്ടോളൂ. ഓക്കെ, നമുക്ക് നോക്കാം. പാപത്താൽ നിറയപ്പെട്ട ഒരു മനുഷ്യൻ്റെ പ്രതീകം. നമ്മൾ അല്പം മുൻപ് കണ്ടതുപോലെ ഈ മനുഷ്യനിലേക്ക് യേശു കർത്താവ് യഥാർത്ഥമായി കടന്നു വരുമ്പോൾ, അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതം എങ്ങനെയായിത്തീരും നമ്മൾ കാണാൻ പോവുകയാണ്. റെഡി, 1 2 3 എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. യെസ്, യു ക്യാൻ. ഓക്കെ, താങ്ക് യു. എന്ത് സംഭവിച്ചു നോക്കുക. മനോഹരമായ ഒരു വൈറ്റ് കർച്ചീഫായത് പുറത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ മനുഷ്യന് പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തെ മാറ്റിയത് ആരാണ്? യേശുവാണ്. നമ്മുടെ എല്ലാം ജീവിതം ഒന്ന് ചിന്തിച്ച് നോക്കുക. പാപഭംഗിരമായിരുന്നു നമ്മുടെ ജീവിതമെല്ലാം ഇതുപോലായിത്തീർന്നെങ്കിൽ അതിന് കാരണം മറ്റാരുമല്ല, യേശു കർത്താവ് നമ്മുടെ എല്ലാം ഉള്ളിൽ കടന്നു വന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായി തീർന്നിരിക്കുന്നു. അങ്ങനെയെങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ, യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാൽ, നമ്മുടെ ജീവിതം പുതുക്കം പ്രാപിച്ചാൽ പഴയതിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. പഴയതിൻ്റെ അല്പം പോലും അതില്ല, സകലതും പുതിയതായി തീർന്നത് കൊണ്ട് ഇവിടെ കടന്ന എല്ലാവർക്കും ആ ഒരു സന്തോഷമുണ്ട്. യേശുവിൻ്റെ ഉള്ളിൽ കടന്നു വന്നതുകൊണ്ടാണ് ഈ ഒരു പാപക്ഷമ എനിക്ക് ലഭിച്ചത്, എൻ്റെ ജീവിതം പുതിയതാക്കപ്പെട്ടത്. അതിൽ നമുക്ക് സന്തോഷിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ അകലിൽ നല്ലൊരു കൈയടി. ഓക്കെ, താങ്ക് യു. എന്നാൽ നമുക്കറിയാം, പലപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് എന്താണ് പാപം, അല്ലേ? ഒരുവൻ പുതുക്കത്തിലായി ദൈവസന്നിധിയിലേക്ക് അടുത്തെല്ലാം വന്നു, പക്ഷേ പലപ്പോഴും പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ അവനെ ഇങ്ങനെ വലിച്ചെടുക്കും, ആകർഷിക്കും. അതെങ്ങനെ സംഭവിക്കുന്നു? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പാപപ്രവൃത്തിയിൽ നമുക്ക് എങ്ങനെ മാറ്റിക്കളയാം? അടുത്ത മാജിക്കിൽ കാണാൻ പോകുന്നു. റെഡി? പോകുന്നതിന് മുമ്പ് ഞാൻ അല്പം കോള കുടിച്ചോട്ടെ. ഇവിടെ ആ കൊച്ചു കൂട്ടുകാർ വരുന്നുണ്ട്. അങ്കിളെ കുടിച്ചോട്ടെ. ആർക്കെങ്കിലും വേണോ? വേണ്ട, കൈ ഉയർത്താം. തീർച്ചയായിട്ടും കൈ ഉയർത്താം. ഓക്കെ, ഉയർത്തിക്കൊള്ളൂ. 1 മതിയോ? 2 3 4 8 ഇത്ര മതിയോ? ഉയർത്തിപ്പിടിച്ചോ, കൈ ഉയർത്തിപ്പിടിച്ചോ. കിവിനെ ഒരു 5-6 ഗ്ലാസ് വേണ്ടി വരും കേട്ടോ. റെഡിയല്ലേ? കുടിക്കാൻ റെഡിയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, കൊക്കോക്കോള കുടിക്കുന്ന ആരോഗ്യത്തിന് എന്നിട്ടാണോ അതാ എന്ന് പറഞ്ഞ് കൈ ഉയർത്തിപ്പിടിച്ചേക്കുന്നത്? കൈ താത്തിയിടുന്നു. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. മുൻപിലേക്ക് പോയാൽ കുഴിയാണ്, അപകടമാണ് എന്നറിഞ്ഞിട്ട് നമ്മളതിലേക്ക് യാത്ര ചെയ്യാൻ വെമ്പുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് കുടിക്കുന്ന നല്ലതാണോ? ആണോ? എന്നിട്ടുമാണോ? അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കുക, ഇത് ഞാനും കുടിക്കുന്നില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിലെ തെറ്റുകളുടെ പാപത്തിൻ്റെ പ്രതീകമായി ഞാൻ ഈ കറുത്ത ദ്രാവകത്തെ ചിത്രീകരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന പാപത്തിലേക്ക് നമ്മെ ആഴ്ന്നിറങ്ങുന്ന പാപത്തിൻ്റെ പ്രവൃത്തികൾ എങ്ങനെ നമുക്കതിനെ ഇല്ലാതാക്കാൻ കഴിയും? ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന കോള എങ്ങനെ ഇതിനെ ഇല്ലാതാക്കാൻ കഴിയും? ഒന്നേ ഞാൻ കുടിക്കണമല്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തരണം, അതല്ലെങ്കിൽ പുറത്തേക്ക് വലിച്ചെറിയണം. അല്ലാതെ ഏതെങ്കിലും മാർഗമുണ്ടോ? നമുക്ക് നോക്കാം. ഈ ശൂന്യമായ കുഴൽ കൊണ്ട് ഞാനിതിനെ മൂടുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില തെറ്റുകളുണ്ടെങ്കിൽ, പാപത്തിൻ്റെ പ്രകൃതം ഉണ്ടെങ്കിൽ നമ്മളതിനെ ചില നല്ല കാര്യം കൊണ്ട് മൂടി വയ്ക്കാറുണ്ട്, അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കുക, എന്തെങ്കിലും മനോഹരമായ ഒരു സിൽക്ക് ടവൽ, നമ്മുടെ എല്ലാം ജീവിതത്തിലെ സൽപ്രവൃത്തികളുടെ പ്രതീകമാണ് ഈ കാണുന്ന മനോഹരമായ സിൽക്ക് ടവൽ. ഞാനിതിനെ ഈ കോളയെ ഈ സിൽക്ക് ടവൽ കൊണ്ട് മൂടി വയ്ക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അതവിടെ ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഉണ്ട്. നമുക്കെല്ലാം സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വെറുതെ ഒരു കർച്ചീഫിട്ട് മൂടിയെന്നോർത്ത് അവിടെ ഇരിക്കുന്ന ആ കോള പ്രത്യക്ഷമാകും. നിങ്ങൾ പറഞ്ഞതുപോലെ ഉത്തരം വളരെ കൃത്യമാണ്. നിങ്ങൾ നോക്കുക, അതുപോലെ തന്നെ അവിടെ തന്നെയുണ്ട്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് അതിനെ മാറ്റാൻ കഴിയുക? പലപ്പോഴും നമുക്ക് എടുത്തു മാറ്റാൻ കഴിയാത്ത നമ്മുടെ പാപത്തിൻ്റെ പ്രകൃതങ്ങൾ, പാപത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ കടന്നു വരും. നമുക്കെങ്ങനെ, ഹൗ ക്യാൻ വി റിമൂവ് ദ സിൻ ഫ്രം അവർ ലൈഫ്? നമുക്ക് നോക്കാം എങ്ങനെ സംഭവിക്കുന്നു. ജസ്റ്റ് വാച്ച് ഇറ്റ്. 1 2 3. ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലെ ദുശീലങ്ങളെ, പാവങ്ങളെ എന്ത് ചെയ്യണം? ചെവിക്കകത്ത് അടിച്ചു കയറ്റണമെന്നോ? പലയിടത്തുനിന്നും ഈ ഉത്തരം കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല.
ഇത്രയും നേരം മാജിക് കാണിച്ചെല്ലാം വെറുതെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെ പാപത്തിൻ്റെ പ്രകൃതങ്ങളെ ചെവിക്കകത്ത് അടിച്ചു കയറണം അല്ലേ? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നോർക്കുക, പലപ്പോഴും നമുക്ക് മാറ്റാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മെ പിന്തുടരുന്ന ഇതുപോലെ പാപത്തിൻ്റെ പല പ്രകൃതം ഉണ്ടാവും. അത് കാണുമ്പോൾ നമുക്കൊന്ന് മൊബൈൽ ഫോൺ കാണുമ്പോൾ എടുത്ത് ഗെയിം കളിക്കാൻ തോന്നും അല്ലേ? പക്ഷെ അങ്ങനെ വരുന്നവിടെ നാം അകന്നു നിൽക്കുക. നമ്മെ പലപ്പോഴും തെറ്റിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന എന്താണോ അതിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കുക. അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പാടെ നുള്ളിക്കളയുക, അതിനെ മുളയിലെ നുള്ളിക്കളയുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ നല്ല ഫലങ്ങൾ നിറയുമിടയത്തിൽ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇതുപോലെയുള്ള പാപത്തിൻ്റെ കൊച്ചു കൊച്ചു പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയെടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മൾ അടുത്ത മാജിക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഈ പാപം നമ്മിൽ അകന്നു പോയാൽ നമ്മൾ ചില പുതിയ പുതിയ സൽഫലങ്ങൾ കായ്ക്കാൻ തുടങ്ങും, ശരിയല്ലേ? അതെങ്ങനെയാണ്? ഒരു കഴിവുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ചില സൽഫലങ്ങൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ കാണാൻ പോകുന്നു. നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കടലാസിന് എത്ര വില വരും? എന്തെങ്കിലും മൂല്യമുണ്ടോ? ഇതടുത്തുള്ള കടയിൽ കൊണ്ട് കൊടുത്തിട്ട് കുട്ടപ്പായ ചേട്ടാ 5 രൂപയ്ക്ക് മിഠായി തരാൻ പറഞ്ഞാൽ കിട്ടുമോ? കിട്ടും, നല്ല തല്ല് കിട്ടും അല്ലേ? ആ, പക്ഷേ മിഠായി കിട്ടുമോ? നമുക്കറിയാം ഇതിനൊന്നും യാതൊരുവിധ മൂല്യവുമില്ല. നമ്മുടെ എല്ലാം ജീവിതം ഇതുപോലെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിതുപോലെ സാധാരണ പോലെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നുണ്ട്, പാപത്തിൻ്റെ പ്രകൃതമൊന്നുമില്ല. പക്ഷേ നമ്മളിൽ എന്തുണ്ടാവണം? ആത്മാവിൻ്റെ ഫലങ്ങൾ, സൽപ്രവൃത്തികൾ ഉണ്ടാവണം. നമ്മെക്കൊണ്ട് ചില മൂല്യം ഉണ്ടാവണം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ യഥാർത്ഥമായ മൂല്യം എന്താണ് നമ്മൾ കാണാൻ പോവുകയാണ്. റെഡി, 1 2 3. എന്തായി? മനോഹരമായ മൂല്യമുള്ള ഇന്ത്യൻ കറൻസികളായി അത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ചേട്ടാ 5 രൂപയ്ക്ക് 10 രൂപയ്ക്ക് 15 രൂപയ്ക്ക് മിഠായി തരുമെന്ന് ധൈര്യമായിട്ട് പറയാം. കാരണം എന്താണ്? ഇത് മൂല്യമുള്ള ഇന്ത്യൻ കറൻസികളാണ്. നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ? ഒറിജിനലാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ പാപത്തിൻ്റെ പ്രകൃതം നമ്മിൽ നിന്ന് മാറുമ്പോൾ നമ്മിൽ ചില മൂല്യങ്ങൾ, ചില ഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അതുകൊണ്ട് നാം പലപ്പോഴും ഫലം കായ്ക്കാൻ നമ്മെ തടയുന്ന പാപത്തിൻ്റെ പ്രവൃത്തികൾ എന്താണോ അതിനെ പാടെ മാറ്റിക്കളെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ അടുത്ത മാജിക്കിലേക്ക് പോവുകയാണ്. കാര്യമൊക്കെ ശരി, മാജിക് കഴിഞ്ഞ് മാജിക് അങ്കിൾ പുറത്തിറങ്ങുമ്പോൾ കടലാസ് കയറിക്കൊണ്ട് വരരുതെങ്കിലേ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി തരാൻ പറയരുത്. ഓക്കെ, ഞാൻ കൂത്താട്ടുകുളത്തൊരു ഇതുപോലത്തെ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് അവിടെ ഇറങ്ങിയപ്പോൾ ഒരു കൊച്ചു മോൾ വന്നിട്ട് പറഞ്ഞു, നോട്ട് ബുക്കിന് കടലാസ് കീറിയിട്ട് വന്നിട്ട് പറഞ്ഞു, അങ്കിളെ പ്ലീസ് എനിക്ക് കുറച്ച് നോട്ട് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു, ഒരിക്കൽ കൂടി പറയട്ടെ, ഇത് മാജിക് ട്രിക്സ് ആണ്, ഒരിക്കലും നമുക്ക് യഥാർത്ഥമായി ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല. അത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. അപ്പോൾ പറയുന്ന സന്ദേശങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ അടുത്ത മാജിക്കിലേക്ക് പോകുന്നു. അറിയാതെയാണ് പലപ്പോഴും പാപത്തിലേക്ക് നാം വഴുതി വീണുകൊണ്ടിരിക്കുന്നത് അല്ലേ? നിങ്ങൾ നോക്കുക, എൻ്റെ ഇവിടെ 4 റിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 1 2 3 4. നമ്മുടെ എല്ലാം ജീവിതത്തെ സൂചിപ്പിക്കുകയാണ് ഈ 4 റിങ്. നമ്മെ വളരെ സ്ട്രോങ് ആയിട്ടാണ്, പവർഫുള്ളായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ പലപ്പോഴും നാം അറിയാതെ പാപത്തിലേക്ക് വഴുതി വീഴുകയാണ്. നാം ചെയ്യുന്ന കൊച്ചു കൊച്ചു തെറ്റുകൾ നമ്മെ വലിയ വലിയ തെറ്റുകളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും അക്രമവാസനകളിലേക്കും നയിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? നിങ്ങൾ നോക്കുക, ഈ 4 റിങ് വളരെ സ്ട്രോങ് ആണ്, ലോഹം കൊണ്ട് നിർമ്മിച്ച സ്ട്രോങ് റിങ് ആണ്. പക്ഷേ എങ്ങനെയാണ് പാപത്തിൻ്റെ ചില പ്രകൃതങ്ങൾ വളരെ പവർഫുള്ളായ സ്ട്രോങ് ആയി നമ്മെ ഒരു പാപത്തിൻ്റെ ചങ്ങലിലേക്ക് കൊണ്ടെത്തിക്കും? നമുക്ക് നോക്കാം. റെഡി, 1 2 3. ആ 4 റിങ്ങിൽ 2 എണ്ണം ചേർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്നതിന് ശരിക്കും ഒരു സംശയം തോന്നുന്നുണ്ട്, അത് ശരിക്കും ചേർന്നോ അല്ലേ? ഉണ്ട്. എഴുന്നേറ്റ് വരാം. വലിച്ചു നോക്കിയോ? അയ്യോ, ഒരു രക്ഷയില്ലല്ലേ? നോക്കുക, അത് മാറ്റാൻ. ഓക്കെ, നല്ലൊരു കൈഡി കൊടുക്കാം. ഇതുപോലെയാണ് പലപ്പോഴും നാം ചിന്തിക്കും, ഞാനൊന്നും അങ്ങനെ പാപത്തിലേക്ക് വീണു പോകത്തില്ല, ഞാനൊന്നും തെറ്റിലകപ്പെടത്തില്ല എന്നൊക്കെ നാം ചിന്തിക്കുന്നു. പക്ഷേ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. നാം അറിയാതെ തുടങ്ങി വെക്കുന്ന കൊച്ചു കൊച്ചു തെറ്റുകൾ നമ്മെ എങ്ങനെയാണ് വലിയ ഒന്നിലേക്ക് നയിക്കുന്നത്? നിങ്ങൾ നോക്കുക, ഞാൻ 3ാമത്തെ റിങ് കയ്യിലെടുക്കുകയാണ്. നോക്കുക, ഒരു കൊച്ചു തെറ്റ് എങ്ങനെയാണ് മറ്റൊന്നിലേക്ക് നമ്മെ എത്തിക്കുന്നത്? നമുക്ക് നോക്കാം. റെഡി, 1 2. മൂന്നാമത്തെ റിങ്ങും അതിലകപ്പെട്ടിരിക്കുകയാണ്. നോക്കുക, ജീവിതത്തിൽ ഏറ്റവും ഒടുവിലത്തെ സ്വാതന്ത്ര്യമാണ് ഈ കാണുന്നത്, ദ ഫൈനൽ റിങ്. നോക്കുക, ഇതിനെന്ത് സംഭവിക്കുന്നു? ഈ ലാസ്റ്റ് റിങ് സാമ്പാസ്റ്റ് കഴിഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്.
എന്ത് സംഭവിക്കുന്നു? ജീവിതത്തിലെ അവസാനത്തെ സ്വാതന്ത്ര്യം നാം തുടങ്ങി വെച്ച വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ചിന്തിച്ച ചെറിയൊരു ദുശീലമായിരിക്കാം നമ്മെ വലിയ പാപത്തിൻ്റെ ചങ്ങലയിൽ കൊണ്ടെത്തിക്കുന്നത്. എങ്ങനെ സംഭവിക്കുന്നു? റെഡി, 1 2 3. ഓക്കെ, എന്ത് സംഭവിച്ചിരിക്കുകയാണ്? അത് നാലും ഒറ്റ ചങ്ങലയിൽ എന്നതുപോലെ അകപ്പെട്ടിരിക്കുകയാണ്. പലപ്പോഴും ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ എല്ലാം ജീവിതം ഇതുപോലെ തീരാറില്ലേ? വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് നാം ചിന്തിക്കുന്ന കൊച്ചു കൊച്ചു തെറ്റുകൾ, ദുശീലങ്ങൾ നമ്മെ വലിയ വലിയ തെറ്റിലേക്ക്, പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക്, സാത്താൻ്റെ ചങ്ങലയിലേക്ക് നാം അകപ്പെടുവാൻ ഇടയായിത്തീരുന്നു. പക്ഷേ ഒന്നോർക്കുക, നാം എത്ര അടിമത്തത്തിലായിരുന്നു അവിടെ നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു യേശു കർത്താവുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ യേശുവിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ കഴിയുക? നമുക്ക് നോക്കാം. റെഡി, 1 2 3. നോക്കുക, എന്ത് സംഭവിച്ചു? ഓരോ റിങ്ങുകളും അതിൽ നൂറി മാറുകയാണ്. നാം എത്ര പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരുവന് മാത്രമേ കഴിയൂ. ആർക്കാണ്? യേശു കർത്താവിന്. നമുക്ക് നോക്കാം. റെഡി, 1 2 3. രണ്ട് റിങ്ങുകൾ വേറിട്ടിരിക്കണം. അവസാനമായി എൻ്റെ ഈ 2 റിങ് കൂടി ഇരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. നോക്കുക, 4 റിങ്ങിൽ 2 എണ്ണം അതിൽ നിന്ന് മാറിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതം പലപ്പോഴും ഇതുപോലെ ആകുമ്പോൾ യഥാർത്ഥമായി സ്വാതന്ത്ര്യം നൽകാൻ കഴിയുന്ന ആർക്കാണ്? യേശു കർത്താവിനെ. നോക്കുക, അതെങ്ങനെ സംഭവിക്കുന്നു? അടുത്ത 2 റിങ് ഞാൻ കയ്യിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വളരെ ശ്രദ്ധയോടെ ഇതിലേക്ക് സൂക്ഷിച്ചു നോക്കുക. യെസ്, താങ്ക് യു. നോക്കുക, ആ 4 റിങ്ങും വീണ്ടും പഴയതുപോലെ ആയിരിക്കുകയാണ്. 1 2 3 4. ഓക്കെ, അങ്ങനെയെങ്കിൽ തിരുവചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അങ്ങനെയെങ്കിൽ പലപ്പോഴും പാപത്തിലേക്ക്, അടിമത്തത്തിലേക്ക് വഴുതിപ്പോകുന്നതിന് അതിന് കാരണം മറ്റാരുമല്ല, നാം തന്നെയാണ്. ഈ 2018 തീരുവാൻ ഏതാനും നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ഞാൻ നിങ്ങളോട് പറയട്ടെ, 2019 നമ്മളെ വരവേൽക്കാൻ പോവുകയാണ്. 2019ലും 2018 പാപത്തിൻ്റെ പ്രവൃത്തികൾ, പാപത്തിൻ്റെ അടിമത്തങ്ങൾ നമ്മിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് പാടെ നീക്കിക്കളയാം. യേശു കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പാപത്തിൻ്റെ പ്രകൃതി നമ്മിൽ കടന്നു വരുന്നെങ്കിൽ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കതിനെ മാറ്റിക്കളയാൻ സർവ്വ സഹായിക്കട്ടെ. നമ്മൾ അടുത്ത മാജിക്കിലേക്ക് പോകുന്നു. ഓക്കെ, നാം എല്ലാം ആരുടെ മക്കളാണ്? ദൈവത്തിൻ്റെ മക്കളാണ് അല്ലേ? യേശു അപ്പച്ചൻ്റെ മക്കളാണ്. ആണോ? വി ആർ ദ ചിൽഡ്രൻ ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ കഴിയുമോ നമ്മൾ യേശുവിൽ ഒന്നാണ് എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും പറയാൻ കഴിയണം. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമുക്ക് തെളിയിക്കാൻ കഴിയുക? അടുത്ത മാജിക്കിലൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. ഓക്കെ, സാധാരണഗതിയിൽ ഇത്രയും നേരം മാജിക് കാണിക്കുമ്പോൾ എന്തായാലും വിശക്കും, ക്ഷീണിക്കും അല്ലേ? ഇനി എന്തെങ്കിലും ഒന്ന് കഴിച്ചെങ്കിൽ അടുത്ത മാജിക്കിലേക്ക്. ആൻറ്റി കഴിക്കാൻ വല്ലതും ഉണ്ടോ അവിടെ? എന്തെങ്കിലും ഉണ്ടോ? ചെറിയ സ്നാക്സ് റോയിച്ച എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലേ? ശോ, ഒരു ഗ്ലാസ് വെള്ളം പോലും ആരും കുടിക്കാൻ തരുന്നില്ല. ഉണ്ടോ ഫാസ്റ്റേ? ഞാനൊരു ഓക്കെ എന്തായാലും ഞാനൊരു സ്നാക്സ് കരുതിയിട്ട് നന്നായി. അപ്പോൾ ഈ സ്നാക്സ് കഴിച്ചിട്ട് ഞാൻ അടുത്ത മാജിക്കിലേക്ക് കിടക്കുന്നതാണ്. കഴിച്ചോട്ടെ. നിങ്ങളുടെ എല്ലാം അനുഭവത്തിലൂടെ കൊച്ചു കൂട്ടുകാരെ നിന്നുണ്ട്, അങ്കിളെ കൊക്കോക്കോളയും ഞങ്ങൾക്ക് തന്നില്ല, ഇപ്പം ഇതും തന്നെ എടുത്ത് കഴിച്ചോളാൻ ആണോ? എന്തായാലും ഇത് കഴിച്ചിട്ട് അടുത്ത മാജിക്കിലേക്ക് കിടക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാം അനുഭവത്തിലൂടെ ഞാൻ ഈ സ്നാക്സ് കഴിക്കുകയാണ്. പക്ഷേ നിങ്ങൾ കരുതുന്ന പോലത്തെ ഒരു സാധനമല്ല ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇതെന്താണ്? മനോഹരമായ കുറച്ച് ഗിൽറ്റി പേപ്പറാണ്. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം അടുത്ത മാജിക്കിലേക്ക് പോലെ. എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതാണ്. കഴിച്ചോട്ടെ.
വി ക്യാൻ സേ വി ആർ വൺ ഇൻ ക്രൈസ്റ്റ് ലൈക്ക് ദിസ്. നമുക്ക് പറയാൻ കഴിയും നമ്മൾ യേശുവിൻ്റെ മക്കളാണ്, യേശുവിൽ ഒന്നാണ്. നിങ്ങൾ നോക്കുക, മുറിച്ചിട്ട് കുറേ ഗിൽറ്റ് പേപ്പറാണ്, പക്ഷേ എന്ത് സംഭവിച്ചു? ഒടുവിലത് ഒറ്റമാലയിൽ കോർത്ത മുത്തുകൾ പോലെ തിറങ്ങണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം, ഈ അവസാന നിമിഷങ്ങളിൽ നമുക്ക് പറയാൻ കഴിയണം, 2018 അവസാന നിമിഷങ്ങളിൽ പറയണം, ഞങ്ങൾ യേശുവിൻ്റെ മക്കളാണ്, യേശുവിൽ ഒന്നാണ്. പക്ഷേ കൊച്ചു കൂട്ടുകാരുടെ ഒരിക്കൽ കൂടെ പറയട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഇതുപോലുള്ള ഗിൽറ്റ് പേപ്പർ മുറിച്ചിട്ടിട്ട് വാരി തിന്നിട്ട് അമ്മേ ഇന്ന് വന്ന മാജിക് അങ്കിൾ പറഞ്ഞു ഇത് വാരി തിന്നിട്ട് നമ്മൾ യേശുവിൻ്റെ മക്കളാണെന്ന് പറയണം എന്നാരും ചെയ്യരുത്. ഓക്കെ, ഇത് വാരി തിന്നരുത്, വയറ്റിൽ ചെന്നാൽ പ്രശ്നമാണ്. ഇതെല്ലാം മാജിക് ട്രിക്കുകളാണ്, ഹാൻഡ് ട്രിക്സാണ്. അത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. അതുകൊണ്ട് മാജിക്കിലൂടെ പറഞ്ഞ സന്ദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മാജിക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. മാജിക്കിലൂടെ പറഞ്ഞ എല്ലാ സന്ദേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, ആ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് 2019 പുതിയൊരു ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇതിനോട് ചേർന്ന് 2 മിനിറ്റിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരൊറ്റ കാര്യം കൂടി ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കണ്ടതൊന്നും അത്ഭുതങ്ങളല്ല, കേവലം മാജിക് ട്രിക്സാണ്. പക്ഷേ എന്താണ് അത്ഭുതം എന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അത്ഭുതം. അതെന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ ഒറ്റവാക്കിൽ പറയാൻ കഴിയും, ഇവിടെ നിൽക്കുമ്പോൾ ഞാനിവിടെ നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം. ഹല്ലേലൂയ. ഞാനതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞത്, മാജിക് കാണിക്കുക എന്നുള്ളതല്ല എൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. പക്ഷേ അതിലൂടെ പറയുന്ന സന്ദേശങ്ങൾ എൻ്റെ ജീവിതത്തോട് ചേർന്ന് പറയുമ്പോൾ എനിക്കും സന്തോഷമുണ്ട്. കാരണം ഞാനിവിടെ കാണിച്ചതെല്ലാം പറഞ്ഞതെല്ലാം എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിഞ്ഞത് യേശു എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, യേശുവില്ലാത്തൊരു ജീവിതം ശൂന്യമാണ്. 2019 കടന്നു വരുമ്പോൾ നാം നമ്മുടെ സ്വന്തത്തിൽ ആശ്രയിക്കുക, നമ്മുടെ പണത്തിൽ ആശ്രയിക്കുക, നമ്മുടെ പദവിയിൽ ആശ്രയിക്കാതെ, നമ്മുടെ ജോലിയിൽ ആശ്രയിക്കാതെ, നമ്മുടെ സമ്പത്തിൽ ആശ്രയിക്കാതെ യേശു കർത്താവിൽ ആശ്രയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ പറയട്ടെ, ഇന്നിവിടെ നിൽക്കുമ്പോൾ 8ഓളം ഓപ്പറേഷൻ ചെയ്ത് പലതവണ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതം തീർന്നു നിന്ന സാഹചര്യത്തിൽ ഇതുപോലെ കടന്നു നിൽക്കുവാൻ, യേശുവിൻ്റെ സാക്ഷിയാകുവാൻ എൻ്റെ കർത്താവിനെ ബലപ്പെടുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ടാമി പ്രേയേഴ്സിൽ എല്ലാവരും ഇന്നെനിക്കറിയാം. പ്രത്യേകിച്ച് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച പ്രിയ സാംബാസിൽ നന്ദി അറിയിക്കുകയാണ്. ഇത്രയും നേരം മാജിക് പ്രോഗ്രാം കണ്ട എല്ലാ കൊച്ചു കൂട്ടുകാരോടും സഹോദരി സഹോദരന്മാരോടും എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.